കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കലോത്സവവുമായി ബന്ധപ്പെട്ട് തൃശൂർ മാള കോളേജിലുണ്ടായ KSU SFI സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വടക്കാഞ്ചേരിയിലെ KSU പ്രവർത്തകരായ നിഹാൽ റഹ്മാൻ, ആദിത്യൻ എങ്കക്കാട് എന്നിവരുടെ വീടുകളിൽ DYFI പ്രവർത്തകർ ഭീഷണി മുഴക്കിയതിനെതിരെ യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നലെ രാത്രിയായിരുന്നു പ്രതിഷേധം. വടക്കാഞ്ചേരി നഗരത്തിലാണ് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത്. യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് ശ്രീനിവാസന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ മാർച്ച് യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷഫീഖ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിൽ, വടക്കാഞ്ചേരി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ, നഗരസഭാ കൌൺസിലർ സന്ധ്യ കൊടക്കാടത്ത്, യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി വൈസ് പ്രസിഡന്റ് മുഹമ്മദ് മുസ്തഫ എന്നിവർ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്ത് സംസാരിച്ചു. പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. കലാലയങ്ങളിൽ മുൻപില്ലാത്ത രീതിയിലുള്ള മുന്നേറ്റം നടത്താൻ കഴിഞ്ഞിരുന്നു. ഈ കലാലയ തെരഞ്ഞെടുപ്പിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ യൂണിയൻ കുറേ വർഷങ്ങൾക്ക് ശേഷം SFIയിൽ നിന്നും കേരള വിദ്യാർത്ഥി യൂണിയനും MSFും ഉൾപ്പെടുന്ന വിദ്യാർത്ഥി മുന്നണി തിരിച്ചുപിടിച്ചു. വളരെ മനോഹരമായ രീതിയിൽ മാളയിൽ അതിൻ്റെ കലോത്സവത്തിൻ്റെ D-സോൺ കലോത്സവം നടന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് SFI നടത്തിയത് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക്, വിദ്യാർത്ഥി സമൂഹത്തിന് വളരെ കൃത്യമായി മനസ്സിലാകുന്ന തരത്തിൽ നാമെല്ലാം ടെലിവിഷൻ ചാനലുകളിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ കണ്ടതാണ്. SFI ഏത് കാലത്തും അങ്ങനെയാണ്. കലോത്സവങ്ങൾ നടക്കുമ്പോൾ ആ കലോത്സവങ്ങൾ അലങ്കോലപ്പെടുത്തുക എന്നുള്ളതാണ് കലാപകാരികളായ SFIയുടെ ഏത് കാലത്തും അവരുടെ കലാപരിപാടികൾ. ആ കലാപരിപാടികളുമായിട്ടാണ് ഇപ്രാവശ്യം കേരള വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തുന്ന D-സോൺ കലോത്സവത്തെ അലങ്കോലപ്പെടുത്താൻ വേണ്ടിയിട്ട് സംഘടിതമായ ശ്രമമായി. അവരുടെ ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു അത്രേ. എന്താ ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശം? ആ കലോത്സവം ഒരു രീതിയിലും നടത്താൻ പാടില്ല എന്ന്. പക്ഷേ കേരള വിദ്യാർത്ഥി യൂണിയന്റെ കർമ്മധീരരായ പ്രവർത്തകർ കഴിഞ്ഞ ദിവസങ്ങളിൽ മാളയിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് മികച്ച രീതിയിൽ അവിടെ വോളണ്ടിയർ പ്രവർത്തനം നടത്തിയിട്ടാണ് ആ കലോത്സവം മുന്നോട്ട് കൊണ്ടുപോയത്. ഗത്യന്തരമില്ലാതെയായപ്പോഴാണ് അവർ ജില്ലാ കമ്മിറ്റിയുടെ പ്രത്യേക നിർദ്ദേശം വന്നു. എങ്ങനെ ആ നിർദ്ദേശം വന്ന് ആ കലോത്സവം നടക്കുന്ന മാള കാർമൽ കോളേജില് ഈ SFIയുടെ ജില്ലാ കമ്മിറ്റി പ്രത്യേക യോഗം ചേരുകയാണ്. എന്തു വന്നാലും ഇന്നത്തെ കലോത്സവം മുടങ്ങണമെന്ന്. അങ്ങനെ അവർ തീരുമാനമെടുത്ത് വന്നിട്ടാണ് ആ കലോത്സവം മുടങ്ങുന്നത്. എത്രയോ കുട്ടികൾ അവരുടെ കലാപരിപാടികൾക്ക് വേണ്ടി